ഹായ്, ഞാനിന്നൊരു പ്രതിഷ്ഠാദിനത്തിന് പോയി. പ്രതിഷ്ഠാദിനത്തിന് പോയപ്പം അവിടെ ഒരു ആന ഉണ്ടായിരുന്നു. ആനയുടെ രണ്ട് കാലും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. രണ്ട് കാലിൻ്റെയും അടുത്തായിട്ട് രണ്ട് പേര് ഇരിക്കുന്നുണ്ട്. കാരണം ആനയ്ക്കൊരു വിശപ്പശകുണ്ട്. ആ ആന നടക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ, അതായത് പ്രദക്ഷിണം വയ്ക്കണമല്ലോ, പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നടക്കാൻ കൂട്ടാക്കണില്ല ആന. അപ്പോൾ ആനനൊന്ന് പതുക്കെ കുത്തും ആ കോലുകൊണ്ട്. പിന്നെ അതുപോലെ അവസാനം ആന ദൈവത്തിനെ കുമ്പിടുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ആന അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കിടക്കാത്തതുകൊണ്ട് അപ്പം കിട്ടും ആനയ്ക്കടി. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ ആനയെ എഴുന്നള്ളിക്കുന്നത്? ജന്മനാൽ കർമ്മത്താൽ ഞാനൊരു ഹിന്ദുവാണ്. ഒരിക്കലും ഹൈന്ദവ വിശ്വാസത്തെയോ അല്ലെങ്കിൽ വേറൊരു വിശ്വാസത്തെയോ ഞാൻ തള്ളി പറയല്ല. ദൈവത്തിന് പോലും ഇഷ്ടമാവില്ല ആനയെ എഴുന്നള്ളിക്കുന്നത്. ആന എന്ന് പറഞ്ഞാൽ ഒരു ജീവനാണ്, ഒരു ജീവിയാണ്. അത് കൂട്ടിൽ പണിയെടുക്കേണ്ടതോ അല്ലെങ്കിൽ ഈ അമ്പലങ്ങളിൽ എഴുന്നള്ളിക്കാൻ തലയിൽ ഈ സാധനങ്ങളും ഭാരങ്ങളും ഒക്കെ വെച്ച് കെട്ടി അലങ്കരിച്ച് പ്രദർശിപ്പിക്കേണ്ടതായൊരു വസ്തുവല്ല. ആന ഒരു ജീവിയാണ്. അതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കാടാണ്. കാട്ടിൽ പോയി വളരെയധികം സന്തോഷത്തോടെ കൂട്ടുകാരുടെയൊക്കെ കൂടെ നടക്കേണ്ട ഒരു പാവം ജീവിയാണ്. അപ്പോൾ ഈ ആനേനെ ഒന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇവരെന്താ ചെയ്തതെന്നറിയോ? ഈ മടലില്ലേ, മടൽ, അതിൻ്റെ അറ്റത്തുള്ള ആ ഭാഗമില്ലേ, ഭയങ്കര തടിയുള്ളത്, അത് ആനയ്ക്ക് ഇട്ട് കൊടുത്തു. എൻ്റെ മോന് പൊതുവേ ആനേനെ ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, അവന് ചെറുപ്പം മുതലേ ആനയെ തീരെ ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് അവനോട് പറഞ്ഞു, അമ്മ എന്തൊരു ദ്രോഹമാണ് ഈ ആനയോട് ചെയ്യുന്നതല്ലേ എന്ന്. ശരിയല്ല, നെറ്റിപ്പട്ടവും അലങ്കാരങ്ങളും ഇതൊന്നും ആനയ്ക്ക് വേണ്ട. എന്തിനാണ് ആനയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അത് വളരെ മോശമുള്ള കാര്യമല്ലേ? അത് ഭയങ്കര പാപമല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പാപം ചെയ്യാൻ പാടുമോ? ആനയെ അവരടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വിലക്കി. അതിന് നമസ്കരിക്കാൻ പറ്റുന്നില്ല. നമസ്കരിക്കൽ ആനയുടെ കടമയല്ല. അതാരും മനസ്സിലാക്കണില്ല. നിങ്ങൾ പറയൂ, ആന വേണോ ഒരു പൂരത്തിന്? ആന എന്ന് പറഞ്ഞാൽ ജീവി. അത്ര കഷ്ടപ്പെട്ടാൽ മാത്രമേ പൂരത്തിന് ചേലുണ്ടാവുന്നുണ്ടോ? ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആനകൾ നിരന്ന് നിൽക്കുകയാണ്. ആനകളുടെ മുന്നിൽ കുറേ ദീപങ്ങൾ, അതായത് കുറേ വെളിച്ചങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കും. പിന്നെ ആൾക്കാർ മൊബൈലെടുത്ത് ഷൂട്ട് ചെയ്യും. നല്ല കൊട്ടും. നമുക്കറിയാം, ഒരു കാട്ടിൽ പോയാൽ ആന വരാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കെട്ടിയുണ്ടാക്കി എന്തിൻ്റെയും മുകളിൽ വളരെ ഉറക്ക ശബ്ദത്തിൽ കൊട്ടും, അല്ലെങ്കിൽ നമ്മൾ തീ കാണിക്കും. അപ്പോഴാണ് ഈ ആന പോകുന്നത്. അപ്പോൾ ആനയ്ക്ക് പേടിയാണ്, അല്ലെങ്കിൽ ഇഷ്ടമല്ല ഈ വെളിച്ചവും തീയും, പിന്നെ അതുപോലെ ഈ കൊട്ടും. ആ കൊട്ടുക എന്ന് മാത്രമല്ല, അതിൻ്റെ ചുറ്റും നിന്നിട്ട് ആൾക്കാർ ആനയുടെ മുന്നിൽ കൈ ഉയർത്തി കാട്ടി ആനയെ വെല്ലുവിളിക്കുന്ന പോലെ നിൽക്കുക. നിറയെ ദീപങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഒരു കുത്തുവിളക്കിൽ വലിയ ദീപം വെച്ചിട്ട് വേറെയും. ഇത് ആനയെ ചൊടിപ്പിക്കുകയില്ലേ ചെയ്യുക? ആന ഇളകാതിരിക്കാൻ ആനയുടെ കാലിന് മുകളിൽ ചങ്ങല. ആനയോട് ചെയ്യുന്ന ദ്രോഹമല്ലേ ഇതൊക്കെ? നിർത്തേണ്ട കാലമായില്ലേ ഇതൊക്കെ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയണം. ഏത് ജാതിയായാലും ഏത് മതമായാലും ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തണം.